ഇപ്പോൾ പാലക്കാട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ബി.ജെ.പി പ്രതിഷേധിക്കുകയാണ്. തത്സമയം നമ്പർ ഇട്ട് കൊടുത്തിട്ട് മുനിസിപ്പാലിറ്റി അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുത്ത മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ അതിന്റെ മുനിസിപ്പൽ ചെയർമാനോട് ഞാൻ ചോദിച്ചു, ഒരു വൈലേഷനും ഇല്ല. ഇവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞില്ല. മുനിസിപ്പൽ ചെയർമാനെ കേൾക്കും. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർക്ക് തരില്ല എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അവര് കാശ് വാങ്ങിക്കുന്നില്ല. മറുപടി ഞാനിപ്പോൾ പ്രസംഗിക്കും പറയാം. പക്ഷേ ഞാൻ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ ചോദിട്ടെ, ഇദ്ദേഹം ഇവിടുത്തെ എം.പിയാണ്, അത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര ഇതാണ് സർക്കാരിന്റെ നയം. ഇതാണ് ഞങ്ങൾ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പാലക്കാട് നിന്ന് പ്രസാദ്, ശൗചാലയമില്ല എന്ന് കാട്ടിയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് ബി.ജെ.പി പ്രവർത്തകർ. മന്ത്രി എന്താണ് മറുപടി പറഞ്ഞത്? ആ മറുപടി അവർക്ക് തൃപ്തികരമല്ല അല്ലേ? പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഗതാഗത മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് ബി.ജെ.പി പ്രവർത്തകർ. അവിടെ ശൗചാലയം ഇല്ല എന്നുള്ളതാണ് ബി.ജെ.പി പ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി. അതിൽ മന്ത്രി വിശദമായ രീതിയിലുള്ള മറുപടി പറഞ്ഞിരുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി മന്ത്രി പറഞ്ഞിരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ബി.ജെ.പിയുടെ പരാതിക്ക് മന്ത്രി ചില മറുപടികൾ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയായിരുന്നു? അതിലവർക്ക് തൃപ്തിയില്ല അല്ലേ? ഇതിൽ ബി.ജെ.പിയുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പി മണ്ഡലം കമ്മിറ്റി, പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് നേരെ കരിങ്കൊടി കാണിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രി പ്രതീക്ഷിച്ചതിൽ നിന്നും വിരുദ്ധമായി തന്നെ സമരക്കാരോട്, സാധാരണഗതിയിൽ കരിങ്കൊടി കാണിച്ചാൽ അത് പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. പക്ഷേ മന്ത്രി അവരെ കേൾക്കാൻ തയ്യാറായി. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മന്ത്രി അവരോട് ചോദിച്ചു. ആ പ്രശ്നത്തിന് പരിഹാരം
പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പ് മന്ത്രി ഇത് വെച്ച് തന്നെ അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ സമരക്കാരെ കരിങ്കൊടി കാണിച്ച നേതാക്കളെ BJP-യുടെ പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്.